അമൃത അറിയാതെ അവളെ ഒന്ന് ശ്രദ്ധിച്ചു നോക്ക്. അവളുടെ ജീവിതത്തിലെ ഒരു തലവേദനയാണ് നിങ്ങൾ 4 പേരും എന്ന് അപ്പം നിനക്ക് മനസ്സിലാവും. എന്തായാലും എസ് ഐ ആയി കഴിഞ്ഞ ആ കലാവധിക്കിട്ടൊരു പണി ഞാൻ കൊടുക്കും, അത് ഉറപ്പാ. അനുകേച്ചി, എസ് ഐ ടെസ്റ്റിന്റെ റാങ്ക് ലിസ്റ്റ് വന്നു. ഞങ്ങള് 2 പേരും ലിസ്റ്റിലുണ്ട്. 16ാമത് അവള്, 68ാമത് ഞാനും. കൺഗ്രാറ്റുലേഷൻസ് both of you. താങ്ക് യു. ഞാൻ എത്ര ടെസ്റ്റ് എഴുതി, റാങ്ക് ലിസ്റ്റിന്റെ 7 അയലത്ത് പോലും വന്നില്ല. എങ്ങനെ വരാനാ? കോച്ചിങ്ങിന് മാത്രം പോയാ പോരാ, വീട്ടിൽ വന്നിരുന്ന് കഷ്ടപ്പെട്ട് പഠിക്കണം. ഉറങ്ങുന്നവർക്കുള്ളതല്ല റാങ്ക് ലിസ്റ്റ്, ഉറങ്ങാതിരുന്ന് പഠിക്കുന്നവർക്കുള്ളതാ. നോക്കിക്കോ, അടുത്ത തവണ ഞാൻ റാങ്ക് ലിസ്റ്റിൽ കയറും. കണ്ടറിയാം. നിനക്കെന്തേലും വയ്യാഴികയുണ്ടോ മോളെ? ഒന്നുമില്ല, നല്ല ക്ഷീണുണ്ട്. ഒന്ന് കുളിക്കട്ടെ. അവനാണോടി വന്നേ? ആ, ആണെന്ന് തോന്നുന്നു. ഞങ്ങള് നിന്നെ കണ്ടില്ലല്ലോ എന്ന് വിചാരിച്ചിരിക്കായിരുന്നു. കുറി അടിച്ചു കിട്ടിയോ? ആ, കൊള്ളാലോ. ദേ നോക്കമ്മേ. ഇത് വളരെ കുറച്ചല്ലേ ഉള്ളൂ മോനെ, ഇത്രയും മതിയോ? എന്തിനാ കൂടുതല്? ഇപ്പൊ ഈ പോസ്റ്റിൽ അയക്കുന്ന രീതിയൊന്നുമില്ല. അടുത്ത ബന്ധുക്കൾക്ക് വേണമെങ്കിൽ ഇതിൽ നിന്ന് ഓരോന്ന് കൊടുക്കാം. ദിവ്യപ്രഭയുടെ വീട്ടിലല്ലേ ആദ്യം കുറി എത്തിക്കേണ്ടത്? വരുന്ന വഴിക്ക് ഞാൻ അവിടെ കയറി കുറി കൊടുത്തു. ഇനിയിപ്പോ ആ ചടങ്ങായിട്ട് തെറ്റിക്കണ്ടെന്ന് വിചാരിച്ചു. ഇതില് അമ്മ കല്യാണം വിളിക്കുന്ന പോലെ എഴുതിയിരിക്കുന്നത്. അങ്ങനെയല്ലേ വേണ്ടത്, അല്ലേ? അമ്മയല്ലേ ക്ഷണിക്കേണ്ടത്. നീ ഒന്ന് വായിച്ചേ മോളെ. മാന്യരെ, എന്റെ മകൻ അഭിമന്യു വിവാഹിതനാവുകയാണ്. വട്ടിയൂർക്കാവിൽ ആഷാഢം വീട്ടിൽ പരേതനായ അംബുജാക്ഷ മേനോന്റെയും യാമിനി മേനോന്റെയും മകൾ ദിവ്യപ്രഭയാണ് വധു. 2024 സെപ്റ്റംബർ മാസം 1200 ആണ്ട് ചിങ്ങമാസം 31 തീയതി രാവിലെ 10:30-ക്കും 11-നും ഇടയ്ക്കുള്ള ശുഭമുഹൂർത്തത്തിലാണ് വിവാഹം. നിയമം ശ്രീ വരാഹം ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്തുന്ന താലികെട്ട് ചടങ്ങിലും ശേഷമുള്ള സൽക്കാര സദ്യയ്ക്കും താങ്കൾ കുടുംബസമേതം പങ്കെടുക്കാൻ ക്ഷണിക്കുന്നു. പ്രാർത്ഥനകൾ ഉണ്ടാവണം. സ്നേഹപൂർവം ഭാരതിയമ്മ, ആനന്ദഭൈരവി, കഴക്കൂട്ടം ബ്രിഡ്ജ് റോഡ്, തിരുവനന്തപുരം. ഉപചാരപൂർവം അശ്വതി. എന്താമ്മേ, എന്തെങ്കിലും കുഴപ്പമുണ്ടോ? അല്ല, നീ ശ്രദ്ധിച്ചോ മോളെ? ഇതിലെ അമ്മയുടെ പേരെ വെച്ചിട്ടുള്ളൂ, അച്ഛന്റെ പേരില്ല. അതിനെന്തെങ്കിലും തക്കതായ കാരണം ഉണ്ടാവുമേ? ആയിരിക്കാം. എന്നാലും നാട്ടുകാരെ ബോധിപ്പിക്കാനെങ്കിലും അച്ഛന്റെ പേര് വെക്കേണ്ടതായിരുന്നു. അഭിമന്യുവിന്റെ അച്ഛൻ ഉപേക്ഷിച്ചു പോയെന്നോ നിയമപരമായി ബന്ധം വേർപെടുത്തിയെന്നോ ഒന്നും നമ്മളോട് പറഞ്ഞിട്ടില്ലല്ലോ. എന്തായാലും അച്ഛൻ അച്ഛനല്ലാതാവുന്നില്ലല്ലോ. അത് നേരെ അമ്മേ. അമ്മ പറഞ്ഞതുപോലെ ലെറ്ററിൽ പേരെഴുതായിരുന്നു. അതൊന്ന് വിശദമായിട്ട് അന്വേഷിക്കണം മോളെ. അന്വേഷിക്കാം. അഭിമന്യുവിനോട് തന്നെ നേരിട്ട് ചോദിക്കാം ഞാൻ. ഒരു കാര്യം ഏറ്റുകഴിഞ്ഞാൽ ഞാനത് നടത്തിയിരിക്കും അംബികെ. അതിന് ഒട്ടും കാലതാമസം ഉണ്ടാവില്ല. ഹോസ്പിറ്റലിൽ ചെല്ലാൻ വെറുതെ ഒരു കാരണം ഉണ്ടാക്കി പറഞ്ഞതാ ഞാൻ. എന്നിട്ട് അവള് വിശ്വസിച്ചോ? വിശ്വസിച്ചു. കള്ളത്തരമാണ് പറയാൻ എളുപ്പം, പറയേണ്ട രീതിയിൽ പറഞ്ഞാൽ കള്ളമാണ് വിശ്വസിപ്പിക്കാൻ എളുപ്പം. എന്തായാലും അനഘയുടെ മനസ്സില് ഒരു തീ കോരി ഇട്ടിട്ടുണ്ട് ഞാൻ. അതവിടെ അങ്ങനെ കനലായിട്ട് കിടന്നെരിഞ്ഞുകൊണ്ടിരിക്കും. അതിനെ ഊതി കത്തിച്ചുകൊണ്ടിരിക്കണം. മറ്റു 3 പേരിലേക്കും പകർന്നുകൊണ്ടിരിക്കണം.
അത് ഞാൻ അംബികയ്ക്ക് വിടുന്നു. എനിക്ക് ഡയറക്റ്റായിട്ട് അവരെ സമീപിക്കാൻ പറ്റില്ല. എന്നെ അവര് വിശ്വസിക്കില്ല. അനഘയുടെ അടുത്ത് തന്നെ രണ്ടും കൽപ്പിച്ചാ ഞാൻ ചെന്നത്. അവള് പക്ഷേ ഞാൻ പറയുന്നത് കേൾക്കാൻ നിൽക്കും. അതുപോലെയല്ല മറ്റുള്ളവര്. ആ ഇരട്ടകളില് ഒരു പിശാച് പിടിച്ച പെണ്ണുണ്ട്. അവൾ ഒന്ന് പറഞ്ഞ രണ്ടാം വാക്കിന് ആരെയും തല്ലും. എന്തായാലും കലാവധി തുടങ്ങി വെച്ചല്ലോ, അത് നന്നായി. ഇനി മറ്റുള്ളവരെ ഞാൻ ചെന്ന് കണ്ടോളാം, സംസാരിച്ചോളാം. വെറുതെ സംസാരിച്ചാ പോരാ, അവരുടെ മനസ്സില് തറയ്ക്കുന്ന മട്ടില് സംസാരിക്കണം. അതെനിക്കറിയാം. എന്റെ മോനുമായി ഞാനത് സംസാരിച്ച് ധാരണയിലെത്തിയിട്ടുണ്ട്. അനിയത്തിമാര് അമൃതയുടെ നല്ല ജീവിതത്തിന് തടസ്സമാണെന്ന് അവർക്ക് തന്നെ തോന്നണം. തോന്നും, തോന്നിപ്പിക്കും. നിന്റെ മോനും തടസ്സമാണ് ഞങ്ങൾക്ക്. അവന്റെ കാര്യം ഞാൻ നോക്കും. ഞാൻ നാളെ തന്നെ ചെന്ന് 4 എണ്ണത്തിനോടും സംസാരിക്കാം. വളരെ ശ്രദ്ധിക്കണം അംബികെ. ഇതൊരു ഗൂഢമായ നീക്കമാണെന്ന് ഒരിക്കലും അവർക്ക് തോന്നരുത്. ഇല്ല. ഒപ്പം അമൃത ഇതൊന്നും അറിയാതിരിക്കാനും ശ്രദ്ധിക്കണം. അത് ഞാൻ ഏറ്റു. എന്റെ മോൻ അമൃതയെ കല്യാണം കഴിച്ചു കഴിഞ്ഞാ പിന്നെ ആ 4 എണ്ണവും മോനൊരു ബാധ്യതയായി മാറരുത്. ഒരവകാശവും പറഞ്ഞുകൊണ്ട് വരരുത്. നിന്റെ മോൻ അവളെ കെട്ടിയിട്ട് വേണ്ടേ? അമൃതയ്ക്കൊരു താലി ഈ കലാവധി പണിയും. എന്റെ മഹീന്ദ്രൻ അതവളുടെ കഴുത്തിലണിയും. എന്തു പറ്റി അനഘേ? ഇന്ന് വന്നപ്പോ മുതൽ ഞാൻ ശ്രദ്ധിക്കുന്നതാ, ഒന്നിനൊരു ഉത്സാഹമില്ലായ്മ. കുട്ടികൾ റാങ്ക് ലിസ്റ്റിലുണ്ടെന്ന് അറിഞ്ഞിട്ട് പോലും മനസ്സ് തുറന്ന് നീ ഒന്ന് ചിരിച്ചില്ലല്ലോ. എന്തു പറ്റി? ഒന്നുമില്ല. ഇതെല്ലാവരുടെ സ്ഥിരം ഭാഷയാ. മനസ്സിൽ ഒരുപാട് വിഷമമുള്ളപ്പോഴാ നമ്മൾ ഒന്നുമില്ലാന്ന് പറയുന്നേ. നിന്റെ മുഖം ഒന്ന് വാടിയാ എനിക്കറിയില്ലേ. ഹോസ്പിറ്റലിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടായോ? ആ ഡോക്ടർ വീണ്ടും അടുത്തുകൂടാൻ വന്നോ? അയാൾ എന്നെ നേരെ പോലും നോക്കാറില്ല ഇപ്പോ. പിന്നെ എന്ത് പറ്റിയെന്ന് പറ, വെറുതെ എന്നെ ടെൻഷൻ എടുപ്പിക്കാതെ. അമൃതേച്ചി കല്യാണം കഴിഞ്ഞാലും ഇവിടെ നിന്ന് പോകണ്ടാന്ന് തീരുമാനിച്ചത് എന്താ? അത് ഞാൻ പണ്ടേ പറയാറുള്ളതല്ലേ. നിങ്ങളെ 4 എണ്ണത്തിനെയും വിട്ട് എനിക്ക് എങ്ങോട്ടേലും പോകാൻ പറ്റുമോ? അത് തന്നെയാ ഞാനും ചോദിച്ചത്. അമൃതേച്ചിക്കും ആഗ്രഹം ഉണ്ടാവില്ലേ ഭർത്താവിന്റെ കൂടെ ആഘോഷത്തോടെ ജീവിക്കാൻ? ഇവിടെ എന്താ ആഘോഷത്തിന് കുറവ്? സുമേഷ് ഏട്ടൻ ദുബായിക്ക് കൊണ്ടുപോവാന്ന് പറഞ്ഞാലോ? അങ്ങനെ പറഞ്ഞല്ലോ, വരില്ലെന്ന് ഞാൻ തീർത്ത് പറയുകയും ചെയ്തു. എന്തിനാ അങ്ങനെ പറഞ്ഞത്? ദുബായ് പോവാനും അവിടെ ജീവിക്കാൻ ഒരു അവസരം കിട്ടുന്നതും അതൊരു ഭാഗ്യമല്ലേ? നീ ഇപ്പൊ എന്താ എന്നോട് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്ന? എന്താടി നിന്റെ മനസ്സില്? ഇങ്ങോട്ട് നോക്കിക്കേ. നോക്കാൻ കരയാണോ നീ? എന്തു പറ്റി? എന്തു പറ്റീന്ന? ഞങ്ങൾക്ക് വേണ്ടിയല്ലേ ചേച്ചി എല്ലാ സന്തോഷങ്ങളും ഇങ്ങനെ ഉപേക്ഷിക്കുന്നത്? എന്തിനാ ചേച്ചി ഞങ്ങൾക്ക് വേണ്ടി ഇങ്ങനെ സ്വന്തം ജീവിതം ഇല്ലാതാക്കുന്നത്? നിങ്ങൾക്ക് വേണ്ടി അല്ലാതെ ഞാൻ പിന്നെ ആർക്ക് വേണ്ടി ജീവിക്കണം? നിങ്ങളുടെ മുഖത്തേക്ക് നോക്കുമ്പോഴുള്ള സന്തോഷം എനിക്ക് ദുബായിലോ അമേരിക്കയിലൊന്നും പോയാൽ കിട്ടില്ല. ഇതെന്താ ഇപ്പൊ ഇങ്ങനെയൊക്കെ തോന്നാൻ? അല്ല, ഒന്ന് ആലോചിച്ച് നോക്കിയാൽ തന്നെ ചേച്ചിക്ക് തോന്നുന്നില്ലേ? എന്ത്? ഒരു ജീവിതമുള്ളത് അനിയത്തിമാർക്ക് വേണ്ടി ത്യജിച്ച് ജീവിക്കേണ്ടതാണോന്ന്? പെണ്ണെ, ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും ചിന്തിച്ചു കൂട്ടണ്ട. ഞാൻ ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. കല്യാണം കഴിഞ്ഞാലും
എന്റെ രീതികളും സ്വഭാവങ്ങളും ഒന്നും മാറാൻ പോകുന്നില്ല. വെറുതെ ഓരോന്ന് പറഞ്ഞ് എന്റെ മനസ്സോടെ വിഷമിപ്പിക്കാൻ. ഇങ്ങോട്ട് വന്നേ. ആ പിള്ളേര് വലിയ സന്തോഷത്തിൽ ഭക്ഷണം കഴിക്കാതെ നിന്നെയും കാത്തിരിക്കുക. വാ കഴിക്കാം. വാനൊക്കെ നല്ല കുട്ടിയല്ലേ, വാ. സോറി, കുറച്ച് ലേറ്റ് ആയിപ്പോയി. എന്താ അത്യാവശ്യമായിട്ട് കാണണമെന്ന് പറഞ്ഞേ? ഒന്ന് നടന്നാലോ? അല്ല, നമുക്ക് വെറുതെ ഒന്ന് നടന്നാലോന്ന്. ആ, പിന്നെന്താ? എന്തോ കാര്യമായിട്ട് പറയാനുണ്ടെന്ന് തോന്നുന്നല്ലോ. അത്രയ്ക്ക് വലിയ കാര്യമൊന്നുമില്ല. എന്നാലും എന്റെ അമ്മ ചില സംശയങ്ങൾ ചോദിച്ചു. അതൊന്ന് ക്ലിയർ ചെയ്യണമെന്ന് തോന്നി. വേറെ ആരോടും ചോദിച്ചിട്ടല്ല, നേരിട്ട്. എന്നോട് എന്തും ചോദിക്കാം. കഴിവതും കള്ളം പറയില്ല. അങ്ങനെ പറഞ്ഞാരെയും വിശ്വസിപ്പിക്കാറുമില്ല. ഞാൻ മനസ്സിലൊന്നും വെക്കാതെ തുറന്നു ചോദിക്കുന്നത് ഒരു കാരണവശാലും ഫീൽ ചെയ്യരുത്. വെറുതെ ഒന്ന് അറിയാൻ വേണ്ടിയെന്ന് വിചാരിച്ചാ മതി. ദിവ്യ, കാര്യം പറ. എന്റെ അച്ഛൻ അപകടത്തിൽപ്പെട്ട് മരിച്ചത് 10 വർഷം മുൻപ്. തമിഴ്നാട്ടിലെ മേട്ടുപ്പാളയത്ത് വെച്ച് ഒരു ലോറി ആക്സിഡന്റില്. അപ്പൊ ഞാൻ +1 പഠിക്കുന്ന സമയം. പിന്നീട് ഞാനും അമ്മയും തനിച്ചായിരുന്നു. അച്ഛന്റെ വേർപാട് എന്നെ വല്ലാതെ തളർത്തിയിരുന്നു. കുറെ കാലം ഞാൻ വല്ലാത്ത ഡിപ്രഷനിലായിരുന്നു. ഇതൊക്കെ ഇപ്പൊ പറയുന്നത് എന്തിനാ? അച്ഛൻ മരിച്ചിട്ടിപ്പോ വർഷങ്ങളായില്ലേ? അതെ. എന്നിട്ടും പരേതനായ എന്ന് പറഞ്ഞ് എല്ലായിടത്തും ഞാൻ എന്റെ അച്ഛന്റെ പേര് ഉപയോഗിച്ചു. അഭിമന്യു ചെയ്യിച്ച കല്യാണക്കുറിയിലും എന്റെ അച്ഛന്റെ പേരുണ്ടായിരുന്നു. എന്നിട്ടും അഭിമന്യുവിന്റെ അച്ഛന്റെ പേര് കണ്ടില്ല. അഭിമന്യുവിന്റെ അച്ഛൻ അതൊന്നും കൃത്യമായിട്ട് എനിക്കറിയില്ല. ഓർമ്മ വെച്ചതിന് ശേഷം ഞാൻ അയാളെ കണ്ടിട്ടില്ല. എനിക്ക് ആ മുഖം പോലും ഓർമ്മയില്ല. അപ്പൊ പിന്നെ എൻ്റെ അനിയത്തിയുടെ കാര്യം പറയണ്ടല്ലോ. അവളൊന്ന് കൈക്കുഞ്ഞ. അമ്മയെ ഒരുപാട് കഷ്ടപ്പെടുത്തിയിട്ടുണ്ടെന്ന് അമ്മ എന്നെ അച്ഛനെ കുറിച്ച് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. 10-25 വർഷം കടന്നുപോയില്ലേ. ഇതുവരെ ഒന്ന് അന്വേഷിച്ചു പോലും വരാൻ തോന്നാത്ത ആളുടെ പേര് ഞാൻ മറന്നു തുടങ്ങി. എവിടെയെങ്കിലും ജീവിച്ചിരിപ്പുണ്ടാവില്ലേ? ഉണ്ടെങ്കിൽ എനിക്ക് കാണണ്ട. മനസ്സിൽ അയാൾ മരിച്ചു കഴിഞ്ഞു. നമ്മുടെ തുല്യ ദുഃഖിതരാ. എനിക്കച്ഛൻ അപകടത്തിൽപ്പെട്ട ദുഃഖം, അബിക്ക് അച്ഛൻ ഉപേക്ഷിച്ചു പോയ ദുഃഖം. എനിക്കങ്ങനെയൊന്നുമില്ല. എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ നഷ്ടമാണ്, സങ്കടമാണ് എന്റെ അച്ഛൻ. പക്ഷെ അത് അഭിമന്യുവിന് വിഷയമല്ല. ഈ 2 കോൺട്രാസ്റ്റുകളിലാ ഒരു പുതിയ ജീവിതം തുടങ്ങേണ്ടത്. നമുക്ക് നോക്കല്ലേ? എന്നാ ഞാൻ പൊക്കട്ടെ. ശരി. കഴിഞ്ഞ 6-7 മാസത്തോളമായി മോളെ ഇങ്ങോട്ട് കണ്ടില്ല. അമ്മയെ മറന്നു എന്റെ കുട്ടി. എനിക്കങ്ങനെ മറക്കാൻ പറ്റോ? എല്ലാ ദിവസവും മനസ്സിൽ ഞാൻ അമ്മയെ പ്രാർത്ഥിച്ചിരുന്നു. പക്ഷേ പിന്നെ തിരക്കുകൾക്കിടയിൽ സ്വസ്ഥമായിട്ടൊന്നും ഒന്ന് കാണാൻ പറ്റില്ലെന്നേ ഉള്ളൂ. അമ്മയ്ക്കൊക്കെ മനസ്സിലാവും കുട്ടി. എന്നെയല്ല, ദൈവാനുഗ്രഹം ഉണ്ടാവാൻ പ്രാർത്ഥിച്ചാ മതി മോള്. അമ്മു അതിനൊരു നിമിത്തം ആവുമെന്നേ ഉള്ളൂ. ഇപ്പോ പെട്ടെന്നെന്താ മോൾക്ക് അമ്മയെ കാണണമെന്ന് തോന്നിയത്?
അത് പറയൂ. എന്താ എന്റെ മോൾക്കൊരു സങ്കടം? ഇല്ല, ഒന്നുമില്ലമ്മേ. അനിയത്തിമാരെ ഓർത്തുള്ള ആദ്യ. എല്ലാവരുടെയും കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് മതി എന്റെ കല്യാണം എന്ന് വിചാരിച്ചിരുന്നതാ ഞാൻ. പിന്നെന്ത് സംഭവിച്ചു? അമ്മാവന്റെ മോൻ സുമേഷ് ഏട്ടനോടുള്ള ഇഷ്ടം ഞാൻ അമ്മയോട് പറഞ്ഞിട്ടുള്ളതല്ലേ. ഇപ്പോ ഞങ്ങളുടെ കല്യാണം നടത്താൻ വീട്ടുകാർ തീരുമാനിച്ചുറപ്പിച്ചിരിക്കുക. അതാ ഞാൻ അത്യാവശ്യമായിട്ട് അമ്മയെ കാണാൻ വന്നത്. സർവം ശുഭത് കല്യാണം. പക്ഷേ മറ്റൊരാൾ മനസ്സുകൊണ്ട് ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ട് മോളെ. അങ്ങനൊരിഷ്ടം ഒരാൾ പറഞ്ഞിട്ടുണ്ട്. പാവാ, സഹായിക്കാൻ മനസ്സുള്ള സ്നേഹമുള്ള ആളാ. പക്ഷേ ചെറുപ്പത്തിലെ മുതലേ ഞാൻ ഇഷ്ടപ്പെട്ടതല്ലേ അമ്മാവന്റെ മോനെ. പിന്നെ എങ്ങനെ എനിക്ക്? അത് തിരുത്തണ്ട, നടക്കട്ടെ. നടന്നാൽ നല്ലത്. പക്ഷെ ഒന്നുണ്ട്, സുഭദ്രയ്ക്ക് കല്യാണം തീരുമാനിച്ചിരുന്ന സമയത്താണ് അർജുനൻ അവളെ തേരിലേറ്റി കൊണ്ടുപോകുന്നത്. അതിന് ഭഗവാനായിരുന്നു കൂട്ടുനിന്നിരുന്നത്, സാക്ഷാൽ ശ്രീകൃഷ്ണൻ. അമ്മ പറഞ്ഞതെനിക്ക് മനസ്സിലായില്ല. ചില കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു മനസ്സിലാക്കാൻ പറ്റുന്നതല്ല, കാലം കാണിച്ചു തരും. അമ്മേ, പ്രാർത്ഥനയ്ക്ക് നേരമായമ്മേ. വരൂ മോളെ, നല്ലതിനു വേണ്ടി പ്രാർത്ഥിക്കാം. മോൾക്ക് നല്ലതേ വരൂ. വാ. ഏട്ടനെ കാണണമെന്ന് പറഞ്ഞു വിളിച്ചു വരുത്തതാണല്ലേ? എന്താ കാര്യമെന്നറിയാൻ വേണ്ടി ഞാനൊന്ന് പോയെന്ന് മാത്രം. ചെന്നിട്ട് സംസാരിച്ചു കഴിഞ്ഞപ്പോഴേ എനിക്ക് എന്തോ ഒരു ദുരൂഹത പോലെ തോന്നി. എന്തൊക്കെയോ അവള് മനഃപൂർവ്വം മറച്ചു പിടിക്കുന്ന പോലെ. ഏട്ടനെന്താ അങ്ങനെ തോന്നാൻ? അല്ല, ദിവ്യപ്രഭ പറയുന്നതിലൊക്കെ എന്തൊക്കെയോ ഒരു ചേർച്ചക്കുറവ് പോലെ. ചിലപ്പോ എല്ലാം എന്റെ തോന്നലായിരിക്കാം. നിന്റെ തോന്നല് തന്നെയാ. ഒന്നാമത്തെ കാര്യം, നീ മനസ്സുകൊണ്ട് ഇപ്പോഴും അവളെ ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ളതാ. ആ അകൽച്ചയൊന്ന് ഒഴിവാക്കി അവളോടൊന്ന് അടുക്കാൻ ശ്രമിച്ചു നോക്ക്. അപ്പൊ ഈ ധാരണ പിശകൊക്കെ മാറും. അമ്മ പറഞ്ഞത് നേര് തന്നെ. കല്യാണം കഴിക്കാൻ തീരുമാനിച്ചതല്ലേ, ഇഷ്ടപ്പെടാതെ പറ്റില്ലല്ലോ. പക്ഷെ അവളുടെ സംസാരത്തിലും പെരുമാറ്റത്തിലും എന്തൊക്കെയോ ശരിയല്ലാത്തൊരു തോന്നലുണ്ട്. അച്ഛനെ കുറിച്ച് പറഞ്ഞു വന്നപ്പോ ആദ്യം അപകടപ്പെട്ട് മരിച്ചു എന്ന് പറഞ്ഞു, പിന്നെ അപകടപ്പെടുത്തിയെന്നാക്കി. സത്യത്തില് അവക്ക് തന്നെ ഒരു നിശ്ചയമില്ലാതെ ആരോടോ എന്തിനോടൊക്കെയോ ഒരു പക വെച്ച് പുലർത്തുന്ന പോലുണ്ട്. പക്ഷെ അവക്ക് അച്ഛനെന്ന് പറയുന്ന ജീവനാ. നാടും വിട്ട് വീടും വിട്ട് നമ്മളെ ഉപേക്ഷിച്ചു പോയ അച്ഛനെ പോലെ ആയിരിക്കില്ല. ജീവിച്ചിരുന്നിടത്തോളം അത്ര കണ്ട് സ്നേഹമുള്ള ആളായിരുന്നിരിക്കും. അതായിരിക്കും ദിവ്യപ്രഭയ്ക്ക് അച്ഛനോട് ഇത്രയും സ്നേഹം. നമ്മുടെ അച്ഛന്റെ പേര് കല്യാണക്കുറിയിലും കണ്ടില്ലല്ലോ എന്ന് ചോദിച്ചു അവള്. എനിക്കൊന്നും മറച്ചു വെക്കാല്ലാത്തോണ്ട് കണ്ട ഓർമ്മ പോലും വ്യക്തമായിട്ടില്ലാന്ന് പറഞ്ഞു ഞാൻ. കുറിയടിച്ചപ്പോ മനഃപൂർവ്വം ആ പേര് ചേർക്കാതിരുന്നതാ. എന്റെ മക്കള് മാത്രമായിട്ടാ വളർന്നത്. ഇനിയും അങ്ങനെ മതി. അയാളുടെ പേര് പോലും മറക്കാൻ ശ്രമിക്കുക ഞാൻ. അത്രയ്ക്ക് കരയിപ്പിച്ചിട്ടുണ്ട് എന്നെ. ഏതെങ്കിലും നാട്ടിൽ ജീവിച്ചിരിപ്പുണ്ടാവും. ചിലപ്പോ വേറെ കല്യാണം കഴിച്ചിട്ടുണ്ടാവും. അതൊന്നും നമ്മൾ അന്വേഷിക്കേണ്ട, ഓർത്ത് വിഷമിക്കുകയും വേണ്ട. എന്റെ മക്കൾക്ക് ഞാനുണ്ട്. അച്ഛൻ ഉപേക്ഷിച്ചു പോയതുകൊണ്ട് നിങ്ങൾക്കൊന്നും സംഭവിച്ചില്ലല്ലോ, ഒരു കുറവും വരുത്തിയിട്ടില്ലല്ലോ. ഇനി നിങ്ങളായിട്ട് എന്നെ ഉപേക്ഷിക്കാതിരുന്നാ മതി. അമ്മയെ ഞങ്ങൾ ഉപേക്ഷിക്കാനോ? എന്താ അമ്മ ഈ പറയുന്നത്? ഞങ്ങൾക്ക് അമ്മ മാത്രമല്ലേ ഉള്ളൂ. അച്ഛനെ കുറിച്ച് പറയുന്നത് അമ്മയെ വിഷമിപ്പിക്കുമെന്നറിയാം. ഇതിപ്പോ അവള് ചോദിച്ചുകൊണ്ട് പറഞ്ഞു പോയതാ. അമ്മേ, എനിക്ക് വിശക്കുന്നു, വന്നേ, ഇങ്ങോട്ട് വാന്ന്. വാ 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 വാ, നടക്ക് നടക്ക് നടക്ക്.
ഇതെന്താ നേരെ ഇങ്ങോട്ട് വന്നേ? തന്നെ കാണാനല്ല, പിന്നെ പഞ്ചരത്നത്തിന്ന് ഒരു ഊണ് കഴിക്കാന്ന് വിചാരിച്ചു. അതിന് ഊണിന്റെ സമയം കഴിഞ്ഞല്ലോ. എന്നാ ഒരു കപ്പ് കാപ്പി ആയിക്കൂടെ? അതിൽ വിരോധമുണ്ടോ? എന്തായാലും തന്നെ കാണാൻ വന്നൊന്നുമല്ല. എനിക്കറിയാം എന്നെ കാണാൻ വന്നതാന്ന്. അതെങ്ങനെ അറിയാം? ഈ മുഖം കണ്ടറിയാം. കണ്ടാ കൊള്ളാത്തൊരു പെണ്ണിനെ കാണാൻ ഞാൻ ഇതുവരെ വന്നല്ലോ എന്ന് ഓർക്കുമ്പോഴാ. കണ്ടാ കൊള്ളതൊരു ചെക്കന്റെ മുന്നിൽ ഇങ്ങനെ നിൽക്കേണ്ടി വന്നല്ലോ എന്ന് ഓർക്കുമ്പോഴാ.